വിദ്യാഭ്യാസത്തിന്റെ പവർ അറിയണമെങ്കിൽ കൊല്ലം സ്വദേശി ആഷ ബോസ് എന്ന ഫീനിക്സിനെ പരിചയപ്പെടണം. പരസഹായമില്ലാതെ കൈകൾ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ആഷ വീൽ ചെയറിലിരുന്ന് വിദ്യ കൊണ്ട് നേടുന്നത് 1ാം റാങ്കുകളാണ്. മുടി ചീകി നെയിൽ പോളിഷ് ഇട്ട് മകളെ ഒരുക്കുന്ന അച്ഛനും പഠിക്കാൻ നിർബന്ധിക്കാത്ത അമ്മയുമാണ് ആഷയുടെ കരുത്ത്. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ചന്ദ്രബോസും അജന്തയും ആ മകളെ ഇങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഒട്ടും തളരാൻ അനുവദിക്കാതെ ആ വളരെ പോസിറ്റീവായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ പൊന്നുപോലെയാണ് ഇപ്പോഴും നോക്കുന്നത്. അതിന് പ്രതിഫലമായി ആ മകൾ നൽകിയതാകട്ടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ M.Com മാർക്കറ്റിംഗ് കേരള സർവകലാശാലയുടെ 1ാം റാങ്ക്. ഇങ്ങനെ മാത്രമല്ല അച്ഛൻ ചന്ദ്രബോസും അമ്മ അജന്തയും ആർഷയെ സംരക്ഷിക്കുന്നത്. വിദേശത്ത് ജോലി ഉപേക്ഷിച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ കൂടിയായ ചന്ദ്രബോസ് മകളുടെ വലം കൈയായും B.Ed ബിരുദധാരിയായ അമ്മ അജന്ത അധ്യാപിക വൃത്തിക്കും പോകാതെ മകളുടെ ഇടം കൈയായും ജീവിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തുള്ളിച്ചാടി നടന്ന ആർഷ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് മാംസപേശികളുടെ ചലനശേഷി നഷ്ടമായെങ്കിലും ആർഷ നടത്തിയ പോരാട്ട വീജിയിൽ ഫുൾ A+ മുതൽ കേരള സർവകലാശാലയുടെ M.Com പരീക്ഷയിലെ 1ാം റാങ്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും നെറ്റും വരെ നേടി. കോളേജിൽ ലെക്ചറാകണമെന്ന ആർഷയുടെ ലക്ഷ്യവും ലൈഫ് മിഷനെ പോലെ വിജയിക്കുമെന്ന് ഉറപ്പ്. പിന്നെ നെറ്റും JRFും ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് ഒരു ലെക്ചർ പോസ്റ്റ് കണക്കാന്ന് എനിക്ക് ആഗ്രഹം. അതൊക്കെ തന്നെ PhD ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ട്. JRF കൊണ്ടുകൊണ്ട് തന്നെ അടുത്ത ഇനി ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. മകളെ നോക്കാൻ ജോലി ഉപേക്ഷിച്ച ചന്ദ്രബോസ് വസ്തുവകകൾ വിറ്റ് മകളെ പഠിപ്പിക്കുന്നു. ഞാനിപ്പോൾ വരുമ്പോഴും ഇവിടെ ജോലിക്ക് പോകാൻ കഴിയില്ല എങ്കിലും ഞാൻ ഗൾഫ് ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു 10 സെൻറ്റ് വസ്തു വിറ്റാണ് ഇപ്പോൾ പഠിപ്പിച്ച് ഈ നിലയിൽ അവരായത്. ഇനിയുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അയാൾക്കും എൻ്റെ ഒരു ലക്ഷ്യം ഏതെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ്. ജോലി കിട്ടിയെങ്കിൽ മാത്രമേ അയാളെ മുന്നോട്ടുള്ള നമ്മുടെ കാലശേഷവും അയാൾക്കൊരു ജീവിതമാർഗമാകും. പഠിക്കാൻ മകളെ നിർബന്ധിക്കില്ല. തൻ്റെ മകൾ മിടുക്കി, പോസിറ്റീവെന്നും അജന്ത അത് പറയുമ്പോൾ ആ മുഖത്ത് അഭിമാനം. മോള് നല്ലപോലെ പഠിക്കും. മോള് പിന്നെ പോസിറ്റീവ് തിങ്കിങ് ആണ്. പിന്നെ പെട്ടെന്ന് വീൽ ചെയറിലായി അവളുടെ കൂട്ടുകാരികളൊക്കെ നല്ല വൃത്തിയായിട്ട് ഓടിച്ചാടി നടക്കുന്നത് അതൊന്നും കണ്ടാൽ അവൾക്ക് വിഷമമൊന്നുമില്ല. അവൾ പഠിക്കാൻ ഒരുപാട് നിർബന്ധിക്കുകയും അവളെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് സമയം അവൾ പഠിക്കുമ്പോൾ പഠിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലും അവളുടെ ആരോഗ്യമാണ് നോക്കുന്നത്. വിശ്രമം വേണം. പരിമിതികളിൽ തോൽക്കില്ല, ഭയക്കില്ല, തളരില്ല. ആർഷ ബോസിൻ്റെ ദൃഢനിശ്ചയം വിസ്മയകരം. മകളെ ഒഴുക്കിനെതിരെ നീന്താൻ പഠിപ്പിക്കുകയാണ് ഒരച്ഛനും അമ്മയും. അതായത് കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ലോകം. നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്ന അച്ഛൻ, മോളെ നീ അത്രയധികം പഠിക്കണ്ടെന്ന് പറയുന്ന അമ്മ. അതൊന്നും പറ്റത്തില്ല, എന്നെ മുടി ചീവണം, എനിക്ക് പൊട്ടുതൊട്ട് തരണം എന്ന് പറയുന്ന ആർഷ. അമ്മയോട് പറയും എത്ര നിർബന്ധിച്ചാലും ഞാൻ പഠിക്കും, എനിക്ക് പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം, എനിക്ക് പലതും നേടാനുണ്ട്, ജോലി വേണം, സർക്കാർ ഒരു വിദ്യാലയത്തിൽ കോളേജിൽ ലെക്ചറർ ആവണമെന്നാണ് നമ്മുടെ ആർഷയുടെ മോഹം. കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.